In this video, we are discussing about the second law of thermodynamics and entropy. So once again, we can revise the definition of second law of thermodynamics. You see here, the entropy of the universe remains constant in a reversible process, whereas it increases in an irreversible process. അപ്പോൾ ഇതിന്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെന്ന് വെച്ചോളൂ. അതായത് ഒരു വസ്തു എ എന്ന് പറയുന്ന ഒരു വസ്തു ബി ആയി മാറുന്നു. സോ ആ സമയത്ത് ഒരു എൻട്രോപ്പി ചേഞ്ച് വരും. അതുപോലെ ബി എ തന്നെ ആയി മാറുന്നു. അപ്പോൾ ആ എൻട്രോപ്പി തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ ആ ഒരു വസ്തുവിന് പിന്നെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടായോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു റിവേഴ്സിബിൾ പ്രോസസ് നടക്കുമ്പോൾ യൂണിവേഴ്സലിന്റെ എൻട്രോപ്പിക്ക് ഒരു മാറ്റവും വരുന്നില്ല. സോ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? വേറാസ് ഇറ്റ് ഇൻക്രീസസ് ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുമ്പോൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അതിന് കാരണം എന്താണ്? ഒരു എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ബി ആയി മാറുന്നു. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോളിഡ് വസ്തു നമ്മൾ അത് തല്ലി പൊടിക്കുന്നു, പൊടിയാക്കുന്നു. എ ടു ബി, ബി അത് പൗഡർ ആണ്. അപ്പൊ എന്തായി? എ എന്നുള്ളത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ എൻട്രോപ്പി ഈസ് വെരി ലെസ്. പക്ഷെ അത് പൊടിയാക്കി കഴിഞ്ഞാൽ എൻട്രോപ്പി ഈസ് വെരി ഹൈ. ആ പൊടിക്ക് ഇങ്ങോട്ട് വീണ്ടും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? റാൻഡംനെസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രോസസ്സുകളാണ് കൂടുതൽ നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സലിലെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടല്ലോ? The entropy change of the universe in a process is the sum of total of the entropy changes of the system and the surroundings in the process. Thus, according to the second law, you see here, according to the second law, for a reversible reaction or reversible process, delta S universe, entropy change of the universe is equal to delta S system plus delta S surroundings. രണ്ടും കൂടെ കൂട്ടുമ്പോൾ അത് 0 ആയിരിക്കും. അതുപോലെ റിവേഴ്സൽ പ്രോസസ് നമ്മൾ പറയുകയാണെങ്കിൽ ഡെൽറ്റ എസ് ഓഫ് ദി യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ്. ദാറ്റ് വിൽ ബി ഓൾവേസ് എബവ് 0. അപ്പൊ 0നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഒരു പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു റിവേഴ്സൽ പ്രോസസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി എപ്പോഴും 0 ആയിരിക്കും. പക്ഷെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻട്രോപ്പി ചേഞ്ചിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ്. ഈ ഭാഗം കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ വിശാലമായി നോക്കാം. സോ എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്കറിയാലോ, സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലെ. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നേച്ചറിന്റെ മാത്രം അറിഞ്ഞുകൊണ്ട് അല്ലെ നടക്കുന്ന പ്രോസസ്. അവിടെ നമുക്ക് വലിയ റോളൊന്നുമില്ല, ഒരു നേച്ചുറൽ പ്രോസസ് നടക്കുന്നു. അങ്ങനെയുള്ള ഒരു നേച്ചുറൽ പ്രോസസ്സിലെ എൻട്രോപ്പി എന്തായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി സെക്കൻഡ് ലോ. അപ്പൊ അതിലൂടെ സെക്കൻഡ് ലോയുടെ മറ്റ് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് വരികയാണ്. So we have already know that in an irreversible process, the entropy change of the universe is positive. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ the entropy change of the universe is positive. So you see delta S universe is equal to delta S system plus delta S surroundings, that is always greater than 0. 0യേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ എന്നർത്ഥം. Since every spontaneous process is necessarily irreversible. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് നമ്മൾ പറഞ്ഞെന്താണ്? ഒരു മരം വളരുന്നത് അല്ലെ, ഒരു കുട്ടി വളരുന്നത്, ഒരു കല്ല് മുകളിൽ നിന്നും കുന്നിന്റെ മുകളിൽ താഴത്തേക്ക് വീഴുന്നത്, ഇതെല്ലാം സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അത് റിവേഴ്സ് ആയിട്ട് സംഭവിക്കുമോ? ഒരു മരം വളർന്നു, അത് തിരിച്ച് താഴത്തേക്ക് ചെടി പിന്നെ അതിന് തൈയായിട്ട് പിന്നെ മാറുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു കുട്ടി വളർന്ന് വയസ്സായി മാറി, അയാൾ വീണ്ടും കുട്ടിയായി മാറുമോ? ഇല്ല. അപ്പൊ അവിടെ സ്പോണ്ടേനിയസ് പ്രോസസ് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല. ദാറ്റ് മീൻസ് all spontaneous processes are irreversible. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. It follows that for a spontaneous process, the entropy change of the universe is positive. അപ്പൊ നേച്ചറിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ്. അതായത് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. Thus the second law of thermodynamics can be
stated as in the course of every spontaneous process, the entropy of the universe increases. അപ്പോൾ ഓരോ സ്പോണ്ടേനിയസ് പ്രോസസ് ഭൂമിയിൽ നടക്കുന്തോറും എത്രമാത്രം സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുന്നുവോ അത്രമാത്രം യൂണിവേഴ്സലിലെ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കും. ദിസ് ഈസ് എ എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ എ സ്പോണ്ടേനിയസ് ചേഞ്ച്. അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ എ സ്പോണ്ടേനിയസ് ചേഞ്ച്. നമുക്ക് താഴത്തേക്ക് നോക്കാം. ആൾ നാച്ചുറൽ പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ്. നമുക്കത് അറിയാവുന്ന കാര്യം, നാച്ചുറൽ പ്രോസസ്സുകൾ എല്ലാം തന്നെ സ്പോണ്ടേനിയസ് ആണ്. ആൻഡ് ആർ ദസ് അക്കംപനീഡ് ബൈ എ നെറ്റ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മൾ പുഴയിൽ വെള്ളം ഒഴുകുന്നതിനനുസരിച്ചിട്ട് ഉരുളൻ കല്ലുകൾ ഇങ്ങനെ അല്ലേ, ഒരുപാട് കല്ലുകൾ താഴത്തേക്ക് ഉരുണ്ടുവരും. ആ വലിയ കല്ലുകൾ തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടി പൊടിഞ്ഞ് 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 മണലായി മാറി അവസാനം ഈ കല്ല് തന്നെ ഇല്ലാതാവുന്നു. പിന്നെ ഈ മണല് കൂട്ടി യോജിച്ച് പഴയ കല്ലായി മാറുമോ? ഇല്ല. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. മനസ്സിലായാലും അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ നടക്കുന്ന എല്ലാ നേച്ചുറൽ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് പ്രോസസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നേച്ചറിൻ്റെ യൂണിവേഴ്സലിൻ്റെ എൻട്രോപ്പി ഓരോ സമയം കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ദ എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ എ സ്പോണ്ടേനിയസ് ചേഞ്ച് പെർമിറ്റ്സ് the statement of the second law of thermodynamics in its most general form as given below. അപ്പോൾ ഏറ്റവും ജനറൽ ഫോമാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? The entropy of the universe is increasing continuously. യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി ഓരോ സമയം കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഇനി എൻട്രോപ്പിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. സോ നമുക്ക് വായിച്ചു നോക്കാം. വൺ ഫോം ഓഫ് stating the second law is in the course of every spontaneous change the entropy of the universe increases. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. എന്താണ്? in the course of every spontaneous change the entropy of the universe increases. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന മിക്കവാറും പ്രോസസ്സുകളെല്ലാം തന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി ഓരോ സമയവും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡിസോർഡർ അളക്കാനുള്ള ഒരു മാനദണ്ഡം കൂടിയാണ്. ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ. ഓക്കെ, ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ. നമുക്ക് അതിന് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒന്നാമത്തത്, എ ഗ്യാസ് എക്സ്പാൻഡ് സ്പോണ്ടേനിയസ്ലി ഇൻ ടു എ റീജിയൻ ഓഫ് ലോ പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ നിന്നും കുറച്ച് ഗ്യാസ് തുറന്നു വിടുകയാണെങ്കിൽ ആ കണ്ടെയ്നറിനുള്ളിൽ നല്ല ഹൈ പ്രഷറിലാണ് നമുക്ക് ഗ്യാസ് നിറച്ചിരിക്കുന്നത്. അത് തുറന്നു വിടുകയാണെങ്കിൽ നമുക്കറിയാം എയറിലേക്ക് പോകുമ്പോൾ അത് ലോ പ്രഷർ റീജിയനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഗ്യാസ് എയറിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ കണ്ടെയ്നറിനുള്ളിലുള്ള അല്ലെങ്കിൽ സിലിണ്ടറിനുള്ളിലുള്ള ഈ ഗ്യാസ് മോളിക്യൂൾസിന് മൂവ്മെന്റ്സ് ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അത് എയറിലേക്ക് പോകുമ്പോൾ അതിന് മാക്സിമം മൂവിങ് ഫ്രീഡം കിട്ടി, മാക്സിമം ഡിസോർഡർ കിട്ടി, മാക്സിമം എൻട്രോപ്പി കിട്ടി. So the larger volume permits greater disorder among the molecules of the gas. That means a state of greater entropy. അതുപോലെ നമ്മളൊരു ഉപ്പിന്റെ കഷ്ണം എടുക്കുകയാണ്. അതിലെ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, because it is in a solid state. So suppose such like a sugar or NaCl dissolves spontaneously in water, whereby the constituent particles gain freedom of movement. അപ്പോൾ അത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എല്ലാം തമ്മിലുള്ള ബോണ്ടിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഫ്രീ ആവും. സോ ഇറ്റ് ക്യാൻ മൂവ് വെരി ഫ്രീലി. ആൻഡ് ദ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഈസ് ഒബ്വിയസ്ലി എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റർ ഡിസോർഡർ ആൻഡ് ദസ് ഓഫ് ഗ്രേറ്റർ എൻട്രോപ്പി. അതുകൊണ്ട് തന്നെ നല്ല എൻട്രോപ്പിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ ബോത്ത് ദ ഇൻസ്റ്റൻസസ് കൺസിഡേർഡ് എബോവ് ദ സ്പോണ്ടേനിയസ് ചേഞ്ച് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ ഡിസോർഡർ. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ഓരോ പ്രോസസ്സും നടക്കുന്നത് ഒരു ഹയർ ആയിട്ടുള്ള എൻട്രോപ്പിയിലേക്ക്, ഹയർ ആയിട്ടുള്ള മൂവിങ് ഫ്രീഡത്തിലേക്കാണ് പോകുന്നത്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ എൻട്രോപ്പി. ദിസ് ഈസ് ഇൻ അഗ്രിമെന്റ് വിത്ത് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നൗ വി ആർ കൺസിഡറിംഗ് ദ എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് എൻട്രോപ്പിയുടെ അവസ്ഥ? ഇപ്പം നമ്മൾ ഇവിടെ പരിഗണിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ബലൂണുകളാണ്. ആ രണ്ട് ബലൂണുകളും കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിച്ചുള്ളൂ.
അപ്പോൾ ഒരു ബലൂൺ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മറ്റേ ബലൂണ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബലൂണും കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പതിയെ ഈ രണ്ടിൻ്റെയും കണക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത ബലൂണിൽ നിന്നും ഗ്യാസ് ഫില്ല് ചെയ്യാത്ത ബലൂണിലേക്ക് പ്രവഹിക്കും. അങ്ങനെ എത്ര സമയം വരെ പ്രവഹിക്കും? അപ്പോൾ ഈ ഒന്നാമത്തെ ബലൂണിൽ നിറയെ ഗ്യാസ് ആണ്, അത് വലിയ മൂവിങ് ഫ്രീഡം ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ അത് ഓപ്പണിംഗ് തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് രണ്ടാമത്തെ ബലൂണിലേക്ക് മൂവ് ചെയ്യും. സോ ദാറ്റ് വിൽ ഗെറ്റ് മൂവിങ് ഫ്രീഡം, മീൻസ് ഇറ്റ് വിൽ ഗെറ്റ് എൻട്രോപ്പി, മോർ എൻട്രോപ്പി. ഫൈനലി ദ സെക്കൻഡ് ബലൂൺ വിൽ ഫിൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫസ്റ്റ് ബലൂൺ, അല്ലേ? ഒന്നാമത്തെ ബലൂണും രണ്ടാമത്തെ ബലൂണും ഒരുപോലെ ഫില്ലായി കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് ഗ്യാസിന് പരമാവധി എൻട്രോപ്പി കിട്ടിയ സമയമാണ്, അല്ലെ? അത് പരമാവധി എൻട്രോപ്പി, ആ ഗ്യാസ് മോളിക്യൂൾസിന് പരമാവധി മൂവിങ് ഫ്രീഡം കിട്ടും. ഇനിഷ്യലി ആ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം എവിടെയായിരുന്നു? ഒരു ബലൂണിൽ മാത്രമായിരുന്നു. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ മൂവിങ് ഫ്രീഡം വളരെ കുറവാണ്, കാരണം ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം തിക്കായിട്ട് നിൽക്കുകയാണ്. അത് രണ്ടാമത്തെ എംപ്റ്റി ബലൂണിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം മൂവിങ് ഫ്രീഡം കിട്ടുകയാണ്. അങ്ങനെ ഈ ഗ്യാസ് മോളിക്യൂൾസിന് മാക്സിമം മൂവിങ് ഫ്രീഡം കിട്ടുന്നു. ഫൈനലി both balloons will fill at the same volume, അല്ലെ? സെയിം വോളിയത്തിൽ സെയിം എമൗണ്ടിൽ ഫിൽ ചെയ്യും. ദാറ്റ് ഇസ് കാൾഡ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആഫ്റ്റർ ദാറ്റ് ദ എൻട്രോപ്പി നെവർ ഇൻക്രീസ്. അതിനുശേഷം എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ when the entropy of the system is maximized, the isolated system has reached equilibrium. അത്തരം കണ്ടീഷനിൽ അത് ഇക്വിലിബ്രിയം എത്തും. അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, കാരണം ബലൂണിന് ഒരു ബൗണ്ടറി ഉണ്ട്, അല്ലേ? ബലൂണിന് ഒരു ബൗണ്ടറി ഉണ്ട്, അത് അറ്റ്മോസ്ഫിയറുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ലോ റീജിയൻ, ഒരു ഹൈ റീജിയനിൽ നിന്നും ഹോട്ട് ആയിട്ടുള്ള ഒരു റീജിയൻ, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു റീജിയൻ ലോ കോൺസെൻട്രേഷനിലേക്ക് മെറ്റീരിയൽ പ്രവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പ്രവഹിക്കുമ്പോൾ ഫൈനലി രണ്ടും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് എൻട്രോപ്പി അവിടെ ജനറേറ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് എൻട്രോപ്പി ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല. Thus, once equilibrium is established in a process, there is no further change in the entropy of the universe. അപ്പോൾ ഒരു തവണ നമുക്ക് ആ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എൻട്രോപ്പി ചേഞ്ച് ഐസൊലേറ്റഡ് സിസ്റ്റത്തിനും വരുന്നില്ല, യൂണിവേഴ്സലിലും വരുന്നില്ല, ബിക്കോസ് യൂണിവേഴ്സ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ആ കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ദാറ്റ് ഇസ് ഇക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മളൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഗ്യാസ് ഹാവിങ് സം എൻട്രോപ്പി ചേഞ്ച്. ആ ഗ്യാസിന് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാകുന്ന എപ്പോഴൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്യാസ് കംപ്രസ് ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനിലും ആ ഗ്യാസിന് എൻട്രോപ്പി ചേഞ്ച് വരും. സപ്പോസ് ദിസ് എൻട്രോപ്പി ചേഞ്ച് ഹാപ്പൻസ് റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ റിവേഴ്സിബിളി നടക്കാമെന്ന് വിചാരിച്ചോളൂ, കാരണം അത് എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ മാറിക്കഴിഞ്ഞു? അപ്പോൾ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം ചേഞ്ച് വന്നു, ദാറ്റ് മീൻസ് ഡി വി ചേഞ്ച് വന്നു, അല്ലെ? ഡി വി സംഭവിച്ചു കഴിഞ്ഞു. ഡി വി മീൻസ് ദ വോളിയം ചേഞ്ച്. അതുപോലെ ആ വസ്തുവിന്റെ ഇന്റേണൽ എനർജിയിലും ചേഞ്ച് വന്നു, ദാറ്റ് ഇസ് ഡി യു. So when a gas or a system having a entropy change which undergoes an infinitesimally small reversible change of state at Tk is related to the infinitesimal change du and dv in the internal energy and volume. അപ്പോൾ നമ്മൾ പറഞ്ഞെന്ത് റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഒരു ഗ്യാസ് നമ്മൾ കണ്ടെയ്നർ എടുത്തിരിക്കുകയാണ്, അതിന് റിവേഴ്സിബിൾ പ്രോസസ് നടക്കുകയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ, സോ ദർ വിൽ ബി എൻട്രോപ്പി ചേഞ്ച്. ആ സമയത്ത് അതിൻ്റെ വോളിയവും ഇന്റേണൽ എനർജിയും രണ്ടും ഒരുപോലെ ചേഞ്ച് ചെയ്തിരിക്കും. സോ ടി ഇൻറ്റു ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡെൽറ്റ വി. അത് ഇക്വേഷൻ നമുക്കറിയാം. ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഈ ഇക്വേഷൻ വന്നത് ആക്ച്വലി ഈ രണ്ട് ലോസിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയുടെ ഒരു കോമ്പിനേഷൻ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നൗ സപ്പോസ് എ ചേഞ്ച് ഈസ് ബ്രോട്ട് അബൌട്ട് ഇറിവേഴ്സിബിളി. ഇനി സപ്പോസ് നമ്മളിപ്പോൾ റിവേഴ്സിബിളിലെ കേസാണ് പറഞ്ഞത്, ഇനി അതല്ല ഒരു ഇറിവേഴ്സിബിളി പ്രോസസ്സ് നടക്കുകയാണ്, അല്ലെ? ഇറിവേഴ്സിബിളി പ്രോസസ്സ് നടക്കുകയാണ്.
അപ്പോൾ ഒരു മെറ്റീരിയൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. മനസ്സിലായി, തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ആ തിരിച്ചിങ്ങോട്ട് വരാത്തതിന് കാരണം എന്താണ്? ആ എക്സ്പാൻഡഡ് സ്റ്റേറ്റ് വളരെ സ്റ്റേബിൾ ആണ്. ഒരു വലിയ എനർജി കണ്ടീഷൻ ഒന്നുമില്ല, എനർജി സ്റ്റേറ്റ് ഒന്നുമില്ല. സോ അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വിചാരിച്ചോളൂ. അപ്പൊ അത്തരം കണ്ടീഷൻ, സപ്പോസ് ദിസ് ഗ്യാസ്, ഈ നമ്മൾ കണ്ടെയ്നറിൽ വെച്ച ഗ്യാസ് നമ്മൾ ചൂടാക്കുക, ചെറിയ രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കുറച്ച് എനർജി സ്വീകരിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് പോവാം. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് വളരെ കൂടുതലാണെങ്കിലോ, അതിന് വേണമെങ്കിൽ ആ ഹീറ്റ് കളഞ്ഞ് കൂളായിട്ട് തിരിച്ചു വരാം, കണ്ടൻസ് ചെയ്ത് വരാം അല്ലെ. ആ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് കളഞ്ഞ് അതിന് വേണ്ടി കണ്ടൻസ് ചെയ്ത് തിരിച്ചു വരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, തിരിച്ചു വരുന്നില്ല. സോ അങ്ങനെ തിരിച്ചു വരണ്ടെങ്കിൽ ഹീറ്റ്, ആ ഫൈനൽ സ്റ്റേറ്റിലെ ഹീറ്റ് വളരെ കുറവായിരിക്കും. ഫൈനൽ സ്റ്റേറ്റ് ഹീറ്റ് കൂടുതലാണെങ്കിൽ ആ ഹീറ്റ് കളഞ്ഞിട്ട് അതിന് വേണമെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ സാധാരണ വളരെ ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ, ഹീറ്റ് മാത്രമേ അബ്സോർബ് ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ വളരെ കൂടിയ എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാറുണ്ട്. So now suppose a change is brought about irreversibly at a definite temperature Tk. Since S is a state function, the value of ds will be the same because it does not depend on whether the change is brought about reversibly or irreversibly. However, the heat absorbed dq irreversible will be less than dq reversible. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ചേഞ്ചിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു റിവേഴ്സിബിൾ ചേഞ്ചിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിന് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള, ഹീറ്റ് കളഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഫൈനൽ സ്റ്റേറ്റ് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ ആസ് സച്ച്. ഹെൻസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ഫോർ ദി ഇറിവേഴ്സിബിൾ ചേഞ്ച് T delta S is greater than du plus P delta V. Also, T delta S is greater than or equal to du plus P dV. Where the greater than sign applies to an irreversible process, to a spontaneous process, as is equal to is applies in a reversible process. That's an equilibrium state. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ നമുക്ക് അറിയാൻ ഒരു കൺസെപ്റ്റ് ആണ്. സോ യു ഹാവ് ടു ജസ്റ്റ് റീഡ് കെയർ. സോ ഇനി നമ്മൾ വോളിയൂമും ഇന്റേണൽ എനർജിയും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക? ഒന്നുമില്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് സീറോയേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഹെൻസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് കോൺസ്റ്റന്റ് യു ആൻഡ് വി, constant internal energy and volume, when both the du and dv are zero, it follows from expressions that ds uv is greater than zero or equals. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. ഫോർ എ ഫൈനൈറ്റ് ചേഞ്ച് ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം. ഒരു ഫൈനൈറ്റ് ചേഞ്ച് നമുക്ക് പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം തന്നെ, ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. Thus, for the system alone, the entropy criteria are, suppose നമ്മൾ സിസ്റ്റം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, എന്ന് സറൗണ്ടിങ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, സിസ്റ്റത്തെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ സിസ്റ്റത്തിനാണല്ലോ വോളിയവും ഇന്റേണൽ എനർജിയും ഒക്കെ ഉള്ളത്. സോ അങ്ങനെ സിസ്റ്റത്തെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എസ് യു വി ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഫോർ an irreversible process and delta S uv is equal to zero for a reversible process and for equilibrium. So the above conditions for the system alone do not have much practical value in physical chemistry. അപ്പോൾ വലിയൊരു പ്രാക്ടിക്കൽ വാല്യൂ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് വലിയൊരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങളൊന്ന് ഓർമ്മിക്കണമെങ്കിൽ ഓർമ്മിച്ചാൽ മതി എന്നേ ഉള്ളൂ, കാരണം വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നു. സെക്ഷൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഫേസ് ചേഞ്ചസ്. ഫേസ് ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സോളിഡ് ലിക്വിഡായി മാറുന്നു, സോളിഡ് ഗ്യാസ് ആയി മാറുന്നു, ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു, ഗ്യാസ് കണ്ടൻസ് ചെയ്ത് വീണ്ടും സോളിഡ് ആവുന്നു. സോ ഫേസ് ചേഞ്ചുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മാറ്ററിൽ. ആ സമയത്ത് എൻട്രോപ്പി ചേഞ്ചും വരുന്നുണ്ട്. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് വരുന്നില്ലേ? ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് വരുന്നില്ലേ? സോ എൻട്രോപ്പി ചേഞ്ചസ് ആൾവേസ് occurs when a phase change happens. So entropies of fusion, vaporization and sublimation, ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്താണ്, എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ എന്താണ്, അതുപോലെ എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. A phase transition taking place at constant temperature and pressure
at which equilibrium between the two phases is possible may be regarded to occur reversibly, and the enthalpy of the particular transition, means delta H transition per mole, may be taken as Q reversible to calculate the entropy of transition delta transition S per mole. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ പറയാം, ഒരു ഫേസ് ട്രാൻസിഷൻ ഇക്വേഷൻ പറയാം, ഡെൽറ്റ എസ് ട്രാൻസിഷൻ enthalpy entropy change in a transition, that is equal to the enthalpy change divided by temperature. Enthalpy change ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഡെൽറ്റ എച്ച് ഡിവൈഡ് ബൈ ടി. ഫ്യൂഷൻ ഓഫ് എ സോളിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, അപ്പോൾ ഫ്യൂഷൻ സംഭവിക്കുന്നത് അതിന് മെൽറ്റിംഗ് പോയിന്റ് സമയത്താണ്. ആൻഡ് ബോയിലിംഗ് ഓഫ് എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് മേ ബി കൺസിഡർ ആസ് റിവേഴ്സിബിൾ ഫേസ് ട്രാൻസിഷൻ. നമുക്കറിയാം അത് റിവേഴ്സിബിൾ ആണെന്ന് അറിയാം, കാരണം ഒരു സോളിഡ് ഐസ് ലിക്വിഡ് ആയാൽ ലിക്വിഡ് ഐസും ആയി മാറാം അല്ലേ, അത് അങ്ങനെയും ചെയ്യാം. ഐസ് ബോയിൽ ചെയ്ത് ഫ്യൂം ആയി കഴിഞ്ഞാൽ ആ ഫ്യൂമിന് തിരിച്ച് ലിക്വിഡ് ആവുകയും ചെയ്യാം. സോ ഇറ്റ്സ് എ റിവേഴ്സിബിൾ ഫേസ് ട്രാൻസിഷൻ. ഫസ്റ്റ് ടേം എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ നമുക്ക് നോക്കാം. The entropy of fusion or molar entropy of fusion of a substance defined as the entropy change accompanying the conversion of one mole of the solid substance into its liquid form at its melting point. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണിത്. സോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമുക്കത് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകാം. ദി എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ, ഡെഫിനിഷൻ മാത്രം പറയാം. Or molar entropy of vaporization of a substance defined as the entropy change accompanying the conversion of one mole of the liquid substance into its vapor form at its boiling point. When the entropy of sublimation solid directly gas ആയി മാറുന്നു of a substance. So entropy of sublimation of a substance defined as the entropy change accompanying the conversion of one mole of the solid substance into its vapor form at its sublimation point. ആ sublimation പോയിന്റിൽ ആണ് അത് മാറുന്നത്. ഓക്കെ, അതിന് 3 ഇക്വേഷൻ നമ്മൾ ഇത് ഒരു ഡെഫിനേഷൻ ഒന്ന് ബെയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.